ഗുരുവായൂർ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്നു. ബ്രഹ്മകുളത്ത് കാട്ടുപന്നി വ്യാപകമായി പച്ചക്കറി തൈകൾ നശിപ്പിച്ചു. ബ്രഹ്മകുളം കറുത്തേടത്ത് ഷീജയുടെ കൃഷിയിടത്തിലെ 150ഓളം കാബേജ് തൈകളും വെണ്ടത്തൈകളുമാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഇവർ തോട്ടം മറച്ച് സംരക്ഷിക്കുകയും തോട്ടത്തിൽ രാത്രി ലൈറ്റിട്ടും ബോറപ്പ് എന്ന ജൈവപ്പൊടി കിഴികെട്ടി തൂക്കിയും കാട്ടുപന്നികളെ തുരത്താനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു വന്നിരുന്നു. ഇതെല്ലാം മറികടന്നാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിരവധി കർഷകർക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മേഖലയിലെ മിക്ക കർഷകരും കാട്ടുപന്നികളെ തുരത്താൻ ഇതേ രീതികളെല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. പകൽ സമയത്തും കാട്ടുപന്നികൾ കൂട്ടമായി നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ പലപ്പോഴും ആക്രമണകാരികളുമാകാറുണ്ട്. പലരും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മതിൽക്കെട്ടിനകത്തും കാട്ടുപന്നികൾ എത്തുന്നുണ്ടെന്ന് മുൻ കൗൺസിലർ ജലീൽ പണിക്കവീട്ടിൽ പറഞ്ഞു. കാട്ടുപന്നികൾക്ക് പുറമെ മുള്ളൻപന്നിയും മയിലും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട്. പ്രളയത്തിന് ശേഷമാണ് മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായത്. ബ്രഹ്മകുളം, നെന്മിനി, മമ്മിയൂർ, പുത്തമ്പല്ലി എന്നിവിടങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യത്താൽ പൊറുതിമുട്ടിയ കർഷകർ കൃഷി ഉപേക്ഷിക്കാനുള്ള ആലോചനയിലാണ്. നഗരസഭ ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ.